ഒരു പക്ഷേ നേരം വിളിച്ചാണതിൻ്റെ മുമ്പേ പാതിരാത്രി 1:30 ഞാൻ ബാഗ് പാക്ക് ചെയ്ത് നേരെ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ അനിരുദ്ധുണ്ട്. അനിരുദ്ധിനെ പലർക്കും അറിയുമായിരിക്കും, അല്ലെങ്കിൽ പോകുന്നതായിരിക്കും, എന്തായാലും പരിചയപ്പെടാം. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഗോപാലപുരം എത്തി. ആദ്യത്തെ സ്റ്റോപ്പ് അവിടെയായിരുന്നു. അതിന് ശേഷം നേരെ പോയത് നമ്മൾ സ്ഥിരം ബസ് കൊണ്ട് കൊടൈക്കനാൽ പോകുമ്പോൾ ഫുൾ ടാങ്ക് ആക്കാറില്ല നയാറിലാണ്. ഫുൾ ടാങ്ക് ആക്കി നമ്മുടെ ബൈക്ക് ഏകദേശം ഒരു 1200 രൂപയ്ക്കൊക്കെ ഫുൾ ടാങ്കായി. പിന്നീട് പഴനി എത്തിയപ്പോഴേക്കും പതുക്കെ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ചുരം കയറാൻ തുടങ്ങി കൊടൈക്കനാലിലോട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല. എന്താ പറയുക, ഒരു സൂര്യൻ്റെ ലൈറ്റിങ്ങും എല്ലാം കൂടിയായിട്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി നല്ല ഷോട്ടുകളെല്ലാം നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വ്യൂസും അതുപോലെ തന്നെ ഈ ക്യാമറയുടെ പിന്നിലുള്ളത് നമ്മുടെ അനിരുദ്ധാണ്. അവന് അത്യാവശ്യം നല്ല കഴിവുള്ള സ്റ്റോറീസ് ഓഫ് അനിരുദ്ധ് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അവന് അടിപൊളിയായിട്ട് അവൻ നല്ല രീതിയിൽ വീഡിയോസും ചെയ്യുന്നുണ്ട്. പക്ഷേ റീൽസായിട്ട് പോസ്റ്റ് ചെയ്യില്ല, സ്റ്റോറി ആയിട്ട് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ എന്ന് മാത്രം. ഇനി അവന് ചെറിയ പ്രൊമോഷൻ ആയിക്കോട്ടെ. അങ്ങനെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നേരെ എത്തിയത് മൂഞ്ചിക്കലിലോട്ടാണ്. മൂഞ്ചിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ കൊടൈക്കനാലിന് തൊട്ട് മുന്നുള്ള സ്ഥലം. എന്തായാലും മൂഞ്ചിക്കലിലെത്തി. എന്തായാലും അതിന് ശേഷം ആദ്യം പോയത് നമ്മൾ നേരെ നമ്മുടെ ബട്ടർ ബണ്ണ് കഴിക്കാനാണ്. പേസ്ട്രിയുടെ ബട്ടർ ബണ്ണ് ഇല്ലെങ്കിലും ഈ ഒരു കടയത്തെ ബട്ടർ ബണ്ണ് നമ്മൾ സ്ഥിരം ബസ് കൊണ്ട് വരുമ്പോഴാണെങ്കിലും കഴിക്കാറുള്ളതാണ്. അത് അനിരുദ്ധിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ നേരെ പോയത് പൂണ്ടിയിലോട്ടാണ്. പൂണ്ടി, കൂക്കൽ, മഞ്ഞുവന്നൂർ എന്നുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പൂമ്പാറ എത്തുന്നതിൻ്റെ മുമ്പ് തൊട്ട് മുന്നുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെയാണ്. ഇതിനുശേഷം കുറച്ചുകൂടി മുന്നേ അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇതാണ് നമ്മുടെ പൂപ്പാറ വില്ലേജ്. ഒരു പക്ഷേ എന്താ പറയുക, പ്രകൃതി അറിഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതെന്ന് വേണമെങ്കിൽ പറയാം. മലകളും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീടുകളും അതിനുശേഷം അവിടെ സ്റ്റേക്കുള്ള സംഗതികളാണ് ഈ ഒരു ഈ പില്ലർ ടൈപ്പ് വീടുകളെല്ലാം. അതിനുശേഷം വേറെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ കഴുതകളെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു എൻഡ് വരെയുള്ള റോഡ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ വഴികളിലേക്കെല്ലാം പോകണമെങ്കിൽ ജസ്റ്റ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണമാണ് അത് തോന്നുന്നു. അതിനുശേഷം എന്താ അനിരുദ്ധ് വണ്ടി എടുത്തു. സംഗതി ഇതിൻ്റെ ഇടയിൽ കുറേ തവണ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് തന്നെ ഓടിച്ച്, അല്ല ഒരാൾ മാത്രമായിട്ടല്ല. വിശപ്പിൻ്റെ വിളി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾ തൊട്ടടുത്തൊരു കടയിൽ കയറി. ഇതേ ഒരു വികൃതി പയ്യനാണ് അവിടുത്തെ ഇരിക്കുന്നത്. പക്ഷേ എന്നാലും ആൾ പാവാണ്. ഞങ്ങൾ നൈസായിട്ട് ഒരു ബ്രെഡ് ഓംപ്ലേറ്റും ഒപ്പം തന്നെ ഒരു മാഗി ഓർഡർ ചെയ്തു. സയൻസ് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. എനിവേ അത് രണ്ടും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ മഞ്ഞുവന്നൂരിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഈ കാണുന്നത് മഞ്ഞുവന്നൂരിലത്തെ ഒരു ഷീപ്പ് ഫാമാണ്. ഷീപ്പ് ഫാമിൻ്റെ ഉള്ളിലുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. ഒരു 20 രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നുണ്ട്. പക്ഷേ വേർത്ത് ഓഫ് മണിയാണ്. അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ കൂടാതെ റാബിറ്റ് ഫാം ഉണ്ട്. ഒരുപാട് ഇനം വെറൈറ്റീസ് ഓഫ് റാബിറ്റ്സ് ഉണ്ട്. അവിടെ എന്തായാലും പുറത്തിറങ്ങുമ്പോഴേക്കും ചേട്ടന്മാരെ കബഡി കളി നല്ല കുറേ നേരം അവിടെ നമ്മൾ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ നേരെ നമ്മൾ എത്തിയത് പൂണ്ടിയിലോട്ടാണ്. പൂണ്ടിയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ റോഡ് എൻഡിങ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ് എൻഡിങ് പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുവരെയാണ് ബസ് സർവീസ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടുന്ന് ബസ് തിരിച്ചിട്ട് പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. പിന്നീട് നമ്മൾ അവിടെ തന്നെ ഉള്ളിലോട്ട് റോഡ് കണ്ടു. ആ ഒരു റോഡിലോട്ട് പോയപ്പോഴേക്കും ശരിക്കും ഒരു പാരഡൈസ് പോലത്തെ ഒരു സ്ഥലം. ഒരുപാട് വാലീസും അതുപോലെ തന്നെ ഒരുപാട് എന്താ കുറച്ച് അടിപൊളി വ്യൂസായിട്ടും ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ. ഇത് വെളുത്തുള്ളി കൃഷിയായിട്ടാണ് നമുക്ക് തോന്നുന്നു. സംഗതി അവിടെ ഫുള്ള് തട്ടായിട്ടാണ് കൃഷിസ്ഥലങ്ങൾ ഫുള്ള് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു മലയുടെ ചെരുവിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പോയി നോക്കി ചെറിയ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. സൈഡിൽ റോഡിൻ്റെ കുറച്ച് വർക്ക് നടന്നതുകൊണ്ട്, റോഡല്ല റോഡ് സൈഡിൽ കുറച്ച് വർക്കാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി. ഇനി അതൊന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫുഡിൻ്റെ പരിപാടി. ഫുഡ് നമുക്ക് നിർബന്ധമായത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കൊത്തു പൊറോട്ടയിൽ ഒരു എഗ്ഗ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ 2 പേരും കൂടി പകുതിയായിട്ട് കഴിച്ചു. വേറെ ഒന്നുമല്ല, സംഗതി ഓവറായിട്ട് ഫുഡിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചയ്ക്കാണ് നമുക്ക് വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് കൊടൈക്കനാൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ചെറുതായിട്ട് മഴയുടെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ കൂക്കലിലേക്ക് തിരിച്ചു. കൂക്കലിലേക്കുള്ളൊരു സെപ്പറേറ്റ് റോഡാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ടേൺ ചെയ്ത് നേരെ കൂക്കലിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ 2 സൈഡിലുള്ള മരങ്ങളും കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. സംഗതി എന്താ വെച്ചാൽ നമ്മുടെ കൊടൈക്കനാലിൽ ഒരു കാട്ടുതീ ഉണ്ടായില്ലേ, ആ ഒരു കാട്ടുതീ കാരണമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. സംഗതി ഏകദേശം കുറേയൊക്കെ ഇതായെങ്കിലും കുറേയൊക്കെ മരങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് മഴ തുടങ്ങിയപ്പോഴേക്കും ശരിക്കും ഒന്നും കൂടി വൈബായി എന്ന് വേണമെങ്കിൽ പറയാം. സംഗതി ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടു. എന്താ പറയുക, അതൊരു പ്രത്യേക രസമുണ്ടായിരുന്നു മഴയത്ത് റൈഡ് ചെയ്യാനൊക്കെ. എന്തായാലും റെയിൻകോട്ട് നിർബന്ധമാണ്. കാരണം ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല കൊടൈക്കനാലത്ത്. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതീക്ഷിക്കാമെന്ന് തന്നെ പറയാം. അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളും പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നൈസായിട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് സെറ്റായി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ലൊരു അടിപൊളി ഗ്രൗണ്ട് കിട്ടി ഞങ്ങൾക്ക്. അവിടെ അത്യാവശ്യം ഞങ്ങൾ എന്ത് ചെയ്യാം,
അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ ശരിക്കും സ്പെൻഡ് ചെയ്തു. ശരിക്കും എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു മഴയും ആ ഒരു ഗ്രൗണ്ടും. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ നിരത്തി വണ്ടികളുണ്ടായിരുന്നു. അത് വേറൊരു സത്യം. അതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്തു നേരെ കൂക്കലിലെത്തിയിട്ട് ഈ പോണ ചേട്ടനെ കണ്ടോ? എങ്ങനെ ആ ചേട്ടൻ എന്തോ ഞങ്ങൾ വാച്ച് ചെയ്യാൻ വന്നതാണോ അല്ല, കൂക്കൽ ലേക്കിൻ്റെ അവിടെ പോയി. അതിനുശേഷം കൂക്കൽ നേരെ ആ ഒരു ടൗൺ ഏരിയ അല്ല, ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതുണ്ടായിരുന്നു. കുറച്ച് റോഡ് മോശം ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അവിടുത്തെ വീടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ വീടുകളാണ്. അതുപോലെ തന്നെ ചെറിയ ഡോറുകൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ചെറിയ കടകളൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നേരെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ആ ഒരു എൻഡ് വരെ നമുക്ക് പോവാം, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതും കഴിഞ്ഞ് രാവിലത്തെ നമ്മുടെ ബട്ടർ ബണ്ണിൻ്റെ ഷോപ്പിലോട്ട് ഞാൻ തിരിച്ചെത്തി. സത്യത്തിൽ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോകുന്ന വഴിയിലും ഒരുപാട് വ്യത്യസ്തമായ വഴിയിലൂടെയൊക്കെ പോകാൻ പറ്റി. എന്തായാലും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ ഉല്ലാസ് വ്ലോഗ്സിൽ എന്തായാലും വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ.